ഈ കാട് നിറയെ ഫോറസ്റ്റ് ആണോ? ജഗതിയുടെ ഡയലോഗ്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഹായ് ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു വെഡ്ഡിങ് റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ പോവാണ്. അപ്പോൾ റിസപ്ഷൻ നടക്കുന്നത് കിഴക്കമ്പലം കുന്നത്തുനാടാണ്. എല്ലാവരും സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാവരും സൂപ്പറായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്. കുഞ്ഞുമണി ബോ ഒക്കെ വെച്ച് സുന്ദരിയായിട്ടില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ഔട്ട്ഫിറ്റും അവളുടെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിസപ്ഷന് പോവാം. അപ്പോൾ ഈ കല്യാണം അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ രാവിലെ ഇതൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ റിസപ്ഷനാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് ഒരു കാര്യം കൂടെ കാണാം. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുമണിയുടെ അച്ഛൻ ജനിച്ച് വളർന്ന നാട്, വീട്, പിന്നെ അതുപോലെ തന്നെ അവിടെ കളിച്ചതും ഇതൊക്കെ നമുക്ക് കാണിച്ച്, അതായത് അവിടുത്തെ പരിസരവും ഇതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, പക്ഷേ എന്നാലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവിടെ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതേ നമ്മൾ എത്താറായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇതാണ് കുരിശുപള്ളി. അച്ഛയൊക്കെ പണ്ട് ഇവിടെ നിന്നാണ് പ്രാർത്ഥിച്ചിട്ട് പോണത് സ്കൂളിലേക്ക് പോകണമെന്ന് വെച്ചാൽ കെമിസ്ട്രി ടീച്ചർ വരല്ലേ, ആ ടീച്ചർ വരല്ലേ, ടീച്ചറിനെ തള്ളുകൊള്ളല്ലേ, ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് അവർ സ്കൂളിലേക്ക് പോകണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി റിസപ്ഷൻ വന്നിട്ട് 7 മണിയൊക്കെ ആവും തുടങ്ങുമ്പോൾ ഞങ്ങൾ നേരത്തെ, ഞാൻ പറഞ്ഞില്ലേ, സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, കുഞ്ഞുമണീനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീടിൻ്റെ അങ്ങോട്ടേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ എത്താറായപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ കയറി. പുള്ളി വീട്ടിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് പോയത്. ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടാണ് പോയത്. അച്ഛയുടെയൊക്കെ വീടിൻ്റെ അടുത്ത് താമസിച്ച പപ്പ, മമ്മി, അവിടെ ചേട്ടായിണ്ട്, ചേട്ടായിട്ട് പിള്ളേരുണ്ട്, വൈഫുണ്ട്. അപ്പോൾ പിള്ളേരിൽ ഒരാളാണ് നമ്മൾ അവിടെ നിന്ന് പൊക്കിയത്. അവനെപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക്. എവിടെയായിരുന്നു ചേട്ടൻ? ദേ ഇതാണ് ആള്, അക്കൂസ്. അപ്പം ഞങ്ങളുടെ കൂടെ ദേ വീട്ടിലേക്ക് വരികയാണ്. ചേട്ടായുടെ വണ്ടി പാർക്ക് ചെയ്തു, ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിരുന്നേ. അങ്ങനെ ചെന്ന ഉടനെ തന്നെ കുഞ്ഞുമണിനെ കളിപ്പിക്കലായി എല്ലാവരും. ദേ ഇതാണ് അനീഷ് ചേട്ടായി, ചേട്ടായുടെ കൊച്ചാണത്. ഒരാളും കൂടി ഉണ്ട്, അവൻ എവിടെയോ പോയേക്കാണെന്ന് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ചേട്ടായി ആണെങ്കിൽ അച്ഛനെ കളിപ്പിച്ച കഥയും, അതായത് അച്ഛൻ ഇത്ര ഉള്ളപ്പോൾ കളിപ്പിച്ച കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞുമണിയോട്. അങ്ങനെ ഇതാണ് ഗൈസ് അച്ഛയൊക്കെ ജനിച്ച് വളർന്ന വീടും സ്ഥലവും. അക്കൂസ് ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്തേക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ ചേച്ചി, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പോയി സബ്സ്ക്രൈബ് ചെയ്യടാന്ന് പറഞ്ഞാൽ അവനെ ഓടിച്ചു വിട്ടതാണ് ആ കാണുന്നത്. അച്ഛയൊക്കെ വിറ്റിട്ട് പിന്നെ ഇത് ആരും മേടിച്ച ആള് പിന്നെ അതിനകത്തൊന്നും പണിതിട്ടൊന്നുമില്ല. എങ്ങനെയാണോ വീടും ഇതും കിടന്നത് അതുപോലെ തന്നെ ആകെ കാട് പിടിച്ച് കിടക്കാണ്. ഇതൊക്കെ കാണുമ്പോൾ അച്ഛയും പിന്നെ ജിൻസി ഇവരൊക്കെ പഴയ ഓർമ്മകൾ അയവർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പപ്പ, മമ്മി, അവരായിട്ടുള്ള മെമ്മറീസ് ഇതൊക്കെ എന്നോടിങ്ങനെ അവിടെ ചെന്നപ്പോൾ തൊട്ട് ഞാനിങ്ങനെ പണ്ടത്തെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചുമ്മാ അങ്ങനെ നടക്കാൻ ഇറങ്ങി. അങ്ങോട്ടേക്ക് നടക്കാന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നടക്കാൻ ഇറങ്ങി. ഈ കാട് നിറയെ ഫോറസ്റ്റ് ആണോ? ജഗതിയുടെ ഡയലോഗ്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഇതാണ് ഗൈസ് ഞാൻ ഉദ്ദേശിച്ച ഡയലോഗ്, പക്ഷെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി, സോറി. അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കറങ്ങാന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ പോയപ്പോൾ അച്ഛ പറയാ ഞാൻ വേറെ ഏതോ സ്ഥലത്തു കൂടെ പോകുന്ന പോലെ തോന്നുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റബ്ബർ തോട്ടം, മരങ്ങള്, അങ്ങനൊരു എന്താ പറയാ ഫുള്ളൊരു ആംബിയൻസും എന്താ പറയാ നല്ലൊരു വൈബ് സ്ഥലം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥലം കണ്ടപ്പോൾ അതിരപ്പള്ളിയില്ലേ, അതിരപ്പള്ളി നമ്മൾ വാൽപ്പാറ പോകുമ്പോൾ ഇതേപോലത്തെ ഒരു സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ പോയിട്ടുണ്ട് ഒരു തവണ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു സ്ഥലം പോലെ, അപ്പം ഞങ്ങൾ ഈ വീഡിയോ എടുത്തപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തു ആ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ഒരു പതിപ്പ് പോലെയില്ലേ എന്നൊക്കെ. പതിപ്പല്ല, ഏകദേശമൊക്കെ സെയിം അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അച്ഛൻ പറഞ്ഞു പണ്ട് ഇതേപോലെ ടാറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇതുപോലെ അല്ലായിരുന്നു, ഫുൾ മണ്ണായിരുന്നു, മല ഇതൊക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോഴാണ് ഈ റോഡൊക്കെ ടാർ ചെയ്ത് സെറ്റപ്പ് ആക്കിയത്. അപ്പോൾ അത് കാണാൻ പ്രത്യേക ഒരു രസമുണ്ട് കേട്ടോ, കാണാനായിട്ട് അടിപൊളിയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ വിചാരിക്കും ഇങ്ങനൊരു സ്ഥലത്ത് ഭയങ്കര എന്താ പറയുക അടിപൊളിയാണെന്ന്. എന്ന് വെച്ചാൽ ഈ ഒരു ചൂട് കാലത്ത് ഇങ്ങനത്തെ ഒരു സ്ഥലം അടിപൊളിയായിരുന്നു. പക്ഷെ അവർ പറയുന്നത് നമ്മുടെ പുറത്ത് എങ്ങനെയാണോ ചൂട് സെയിം പോലെ തന്നെയാണ് ഇവിടെ, യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ മഴക്കാലത്തൊക്കെ അടിപൊളിയായിരിക്കും, പക്ഷേ ഇപ്പോഴും അതായത് ഇത്രയും മരങ്ങളുണ്ടെങ്കിലും അവിടെ നല്ല ചൂടാന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. കല്യാണത്തിന് പോകാൻ സമയമായിരിക്കുന്നു. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോണ വഴി അവരെ കണ്ടു, അവരും നടക്കാൻ ഇറങ്ങിയേക്കായിരുന്നു. ഹായ് ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി കല്യാണ വീട്ടിലേക്ക് പോയി. റെഡി ആയാണ് വന്നത്, എന്നാലും ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വീണ്ടും പൗഡറൊക്കെ ഇട്ടിട്ട് കല്യാണ വീട്ടിലേക്ക് പോയി. അവിടെ ഓൾറെഡി പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു, കുറച്ച് നേരം പരിപാടിയൊക്കെ കണ്ട് നിന്നു. പിന്നെ ചെക്കനെയും പെണ്ണിനെയും കണ്ടു. ചെക്കനെ പെണ്ണിനെ കണ്ട് ഫോട്ടോ ഒന്നും എടുത്തില്ല, കാരണം ഓൾറെഡി നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ചൂട് അതുകൊണ്ട് ശരിയാവില്ല. പിന്നെ ജോസിന്റെ മെയിൻ പരിപാടിയിലേക്ക് ഞങ്ങൾ കിടന്നിരിക്കുകയാണ്. ഫുഡിങ് ചോറ്, കാളൻ, ചിക്കൻ കറി, മീൻകറി, ചെമ്മീൻ പൊടി, പിന്നെ സർലാസ് എന്ന് വെച്ചാൽ സാലഡ്, അങ്ങനെ തന്നെയല്ലേ പറയണേ. അങ്ങനെ പലയിടത്തും പല രീതിയിലായിരിക്കും. അങ്ങനെ
അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അച്ഛൻ ഫുഡ് കഴിക്കാൻ പോയേക്കായിരുന്നു. അച്ഛൻ കുഞ്ഞുമണിനെ എടുത്തുകൊണ്ടിരിക്കണായിരുന്നു. അച്ഛൻ ഫുഡ് കഴിക്കാൻ പോയേക്കാണ്. അപ്പോൾ ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്ത് അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വ്ലോഗ്. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ നാടും വീടും ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും പറയണം. പിന്നെ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു വ്ലോഗിൽ കാണാം. ബൈ.